ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നലെ കണ്ടതിന്റെ ബാക്കി വീഡിയോ കാണണ്ടേ? ഇതാണ് ഗൊണ്ടോല റൈഡിലേക്ക് കയറേണ്ട വഴി. ഞങ്ങളാണെങ്കിൽ ഓൺലൈൻ ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിട്ടില്ല. പോയിട്ട് എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിന്. പക്ഷേ ആടെ എത്തുമ്പോഴത്തേക്ക് ഒരുപാട് ആളുണ്ടാവുന്നു. ശത്രപ്പാട് ആളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ലൈൻ നിന്നിട്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിന്. പക്ഷെ ക്യാഷ് എല്ലാവരും കയ്യിൽ കയറണം. ചില സമയത്ത് ഓൺലൈൻ പേയ്മെന്റ് ആളെ എടുക്കുന്നുള്ളൂ. ഓൺലൈനിൽ ടിക്കറ്റ് നോക്കിയപ്പോൾ നമുക്ക് കിട്ടായിട്ടാണ് നമ്മൾ അങ്ങനെ പോയി നോക്കിന്. ഒരു വിശ്വാസം ഉണ്ടായിട്ടില്ല കിട്ടുന്നത്. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിന് വേഗം തന്നെ. ഒരുപാട് ലൈൻ നിൽക്കേണ്ട ആവശ്യമേ ഉണ്ടായിട്ടില്ല. ഇവിടുന്ന് ഞങ്ങൾ ഫേസ് 1ലേക്കുള്ള ടിക്കറ്റ് എടുക്കുമായിരുന്നു. 8000 രൂപയാണ് ഞങ്ങൾ 10 പേർക്ക് ആയിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് 800 രൂപയാണ് ഫീസ്. ഇതാണ് ഗൊണ്ടോല റൈഡ്. ഇതിങ്ങനെ മെല്ലെ നീങ്ങിക്കൊണ്ടേയിരിക്കും. ഇവിടെ എത്തുമ്പോൾ സ്ലോ ആവും, നിർത്തൂല. പക്ഷേങ്കിൽ കരണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് തനിയെ നിൽക്കും. ഞങ്ങളെല്ലാം ഇങ്ങനെ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുമെന്ന്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതിൽ കയറുന്നതിൽ. ഇതിങ്ങനെ നീങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ ഞങ്ങൾ വേഗം വേഗം അതിലേക്ക് കയറി. ഒരു റൈഡിൽ 6 പേർക്കാണ് കയറുന്നുണ്ടാവുക. നവാസാറും ഫാമിലി ഞാനും ഏട്ടനാണ് ഒന്നില്ലാത്ത കയറിയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവരെല്ലാം മുന്നിലേക്ക് കയറിപ്പോയി. കാശ്മീരേക്ക് വന്നാൽ ഇതിൽ എന്തായാലും കയറണം. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അത് എങ്ങനെയാ പറഞ്ഞറിയിക്കണമല്ലോ. ഇതിങ്ങനെ പൊന്തി മേലേക്ക് പോകുമ്പോൾ ഒരു സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. അടിപൊളിയായിരുന്നു. ഒരു 15 മിനിറ്റോളം അതിൽ കയറിയിട്ടുണ്ടെങ്കിലാണ് ഫേസ് 1 എത്താൻ പറ്റുക. ഫുൾ ചുറ്റും ഐസും അവിടെയുള്ള ആൾക്കാരെ വീടും എല്ലാം നമുക്ക് അവിടുന്ന് കാണാം. ഇവിടെയുള്ള ആൾക്കാർക്കാണെങ്കിൽ 2 വീടുണ്ടാവും. മഞ്ഞ കാലത്ത് ഈ വീട് ഇവിടെ വെച്ചിട്ട് താഴോട്ടേക്ക് പോകും. സാധനങ്ങൾ ആടുകളെല്ലാം എടുത്ത് താഴോട്ട് പോകും. അവിടുന്ന് വേനൽക്കാലം ആകുമ്പോൾ മുകളിലേക്ക് വരും. ഏറ്റവും വ്യത്യസ്തമായ ജീവിത രീതിയാണ് ഇവരുത്. പിന്നെ നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അവിടെ പോയാലും ഫുൾ മഞ്ഞ് തന്നെയാണ്. ഞങ്ങൾ കൂളിംഗ് ഗ്ലാസ് എല്ലാം വെച്ചത് വല്ല പവറാക്കാൻ വേണ്ടിയിട്ടല്ല. അവിടുത്തെ കാഴ്ചകൾ വ്യക്തമായിട്ട് കാണണമെങ്കിൽ നമ്മളൊരു കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ടാവണം. പിന്നെയാണെങ്കിൽ നമ്മളവിടെ കുറേ റൈഡിലെല്ലാം കയറി. പക്ഷെ ഫേസ് 2ലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിട്ടില്ല. കാരണം ആരും പോകുന്നില്ലായിരുന്നു അങ്ങോട്ട്. അവിടെ മഞ്ഞ് മാത്രമേ കാണാനുള്ളൂ. മഞ്ഞല്ലാണ്ട് മലനിരകളെല്ലാം വ്യക്തമായിട്ട് കാണണമെങ്കിൽ മഞ്ഞ് കുറവുള്ള സമയത്ത് വരണം എന്നാണ് അവിടെയുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പനിച്ച് വിറച്ച് വീട്ടിൽ കിടന്ന് ഞാൻ മഞ്ഞ് കാണുമ്പോഴത്തേക്ക് അവിടുന്ന് എന്നാ ഞാൻ ചെയ്തു കൂട്ടിയിരുന്ന് എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു. ഏട്ടനും ആണെന്ന് ഇങ്ങനെ പറയല, നീ വക്കി എന്തോ ബാധ കയറിയ കളിയാണ് ഞാൻ കളിച്ചിന്. അത്രയ്ക്ക് ഞാൻ ആദ്യമായിട്ട് മഞ്ഞ് കണ്ട എക്സ്പീരിയൻസിൽ ഞാൻ മഞ്ഞ് ഒരുപാട് ഞാൻ തിന്നു. നല്ല ഫ്രഷ് സ്നോ ഉള്ള സ്ഥലത്ത് കുറച്ചെല്ലാം വാരി നമുക്ക് തിന്നാം. വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. നമ്മൾ സാധാ ഐസായി തിന്ന പോലെ തന്നെ. പിന്നെ നമ്മൾ റൊമാൻറ്റിക് റീലെല്ലാം എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തു. പക്ഷെ നടന്നില്ല. നമുക്കിതൊന്നും പറ്റില്ലടാ. അഥവാ ബിരിയാണി കൊടുത്താലോന്ന് വെച്ചിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ട് നിന്നിന്. പക്ഷെ നമുക്ക് തന്നെ നോക്കി ചിരിക്കാൻ വേണ്ടി ആക്കിയെന്നല്ലാണ്ട് ഒന്നും നടന്നില്ല. ഞാൻ ഇട്ടത് വാട്ടർ പ്രൂഫിൻ്റെ പാൻ്റ് അല്ലാത്തതുകൊണ്ട് എൻ്റെ പെയിൻ്റ് അത്യാവശ്യം നല്ല രീതിക്ക് നനഞ്ഞിട്ടുണ്ടായിന്. ബാക്കിയെല്ലാം ഞാൻ വാട്ടർ പ്രൂഫ് തന്നെയാണ് ഇട്ടിട്ടുണ്ടായിന്. പിന്നെയാണെങ്കാട് എന്തെല്ലോ കഴിക്കാനുണ്ടായിന്. താഴെ എത്രയാണോ റേറ്റ് അതിൻ്റെ 4-5 ഇരട്ടിയാണ് ഇവിടെ എന്തിനും റേറ്റ്. ഒന്നാമതേ ജലദോഷം, ഇനി വയറിനും കൂടി പണിയാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിതൊന്നും വാങ്ങി കഴിച്ചിട്ടുണ്ടായിട്ടില്ല. ഞങ്ങൾ പിന്നെ കുറേ സ്നോ വാരി കൈമിൽ പിടിച്ചിട്ട് തിന്നുകൊണ്ട് നടക്കലായിരുന്നു. കോഫി കണ്ടിട്ടാണെങ്കിൽ കോഫി കുടിക്കാൻ കൊതിയായിട്ട് ഒരു കോഫി മേടിച്ചിനാണെങ്കിൽ 50 ഉറുപ്പ്യ എന്നാൽ ഒരു കുഞ്ഞ് ഗ്ലാസ്. എൻ്റെ ഒരു കുഞ്ഞു വിരലിൻ്റെ അത്ര പോലും ഇല്ല. പിന്നെ അവരാടമ്പം ഞങ്ങൾ കൊണ്ടുവരേണ്ടത് വിചാരിക്കുമ്പോൾ ഞങ്ങൾ വാങ്ങിപ്പോയി. ഒരു 2 മണിക്കൂറെല്ലാം ആയപ്പോൾ ഞങ്ങൾ പിന്നെ വേഗം ഇറങ്ങി. തിരിച്ചും ഗൊണ്ടോല റൈഡിൽ തന്നെയാണ് പോകുന്നത്. റൈഡിൽ നിന്ന് ഇറങ്ങി പുറത്തെത്തിയപ്പോഴാണ് ഒരു 2 കിലോമീറ്ററിന് മേലെ ഇതിലേക്ക് കയറാനുള്ള ക്യൂ ഉണ്ടായിന്. അതിൽ പകുതി മുക്കാൽ ആൾക്കാർക്കും ഉള്ളിലേക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായി. ഒന്നുകിൽ എല്ലാവരും ഒരാഴ്ച മുന്നെയെങ്കിലും ടിക്കറ്റ് എടുക്കുക, ഓൺലൈനിൽ എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് നേരത്തെ വരാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് കയറാൻ പറ്റും. ഞങ്ങൾക്കൊക്കെ വേഗം പറ്റിയിട്ടുണ്ടായിന്. ഞങ്ങളൊരു 9 മണിയാകുമ്പോൾ തന്നെ അവിടെ എത്തിയോണ്ട് ഞങ്ങൾക്ക് വേഗം പറ്റി. അതിനും മുന്നേ വരാൻ പറ്റുന്നവർ വരിക. അപ്പോൾ ബാക്കി കാശ്മീർ വിശേഷങ്ങളും വ്ളോഗുകളും കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗായ്സ്.